Hi friends, once again welcome back to another variety video of Trip with Shinil. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. നമ്മുടെ വീഡിയോൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മളെല്ലാവരും ടൂറ് പോകാറുണ്ട് അല്ലേ. നമ്മൾ കൊടൈക്കനാലി, ഊട്ടി, പല സ്ഥലങ്ങളിലേക്ക്, മൂന്നാറിലോട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന റിസോർട്ട് അല്ലെങ്കിൽ ഹോം സ്റ്റേ അവിടെ ആഗ്രഹിക്കുന്നത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ എന്നാണ് നോക്കാറ്. സ്വിമ്മിംഗ് പൂളുള്ള പ്രോപ്പർട്ടികളാണ് നമ്മൾ തിരഞ്ഞെടുക്കാറ്. എന്തുകൊണ്ടാണ്? നമുക്കൊന്ന് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി കുളിച്ച് കിടക്കാനായിട്ട് താല്പര്യമില്ലാത്തവരായിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല. അതുപോലെ തന്നെ സ്വിമ്മിംഗ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള എക്സസൈസ് എന്ന് വെച്ചാൽ സ്വിമ്മിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നൊരു കോൺസെപ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ വീടുകളിലും പൂള്. അപ്പോൾ പൂള് എല്ലാ വീടുകളിലും ഇല്ലാത്ത എന്താ, പൂൾ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ചിലവാണെന്നുള്ളൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു പൂളിൻ്റെ സൈഡിലാണ്. എൻ്റെ ഒരു പുറകെ കാണുന്നത് ഒരു അടിപൊളി പൂളാണ്. അപ്പോൾ ആ ഒരു മിഥ്യാധാരണ, ആ ഒരു മൈൻഡ് ബ്ലോക്ക് അടിച്ച് ഉടച്ച് കളഞ്ഞുകൊണ്ട് കേരളത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാണ്ട് പൂളുകൾ ഉണ്ടാക്കി തരുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേരാണ് ലിറ്റിൽ മെർമെയ്ഡ് പൂൾസ്. അപ്പോൾ ആ ഒരു കമ്പനിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോണ. അപ്പോൾ ലിറ്റിൽ മെർമെയ്ഡ് പൂളിൻ്റെ CEO മിസ്റ്റർ മനോജ് മോഹിനിയാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ അദ്ദേഹം നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ ഓരോ വീട്ടിലും ഓരോ പൂൾ എന്നുള്ളൊരു സ്വപ്നമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ഇഫക്റ്റീവായിട്ട് വളരെ ക്വാളിറ്റീവായിട്ട് നല്ലൊരു പൂൾ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മിസ്റ്റർ മനോജ് മോഹൻ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം നമുക്ക് പൂളിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞുതരും. ഓക്കെ, ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലിറ്റിൽ മെർമെയ്ഡ് പൂളിൻ്റെ CEO മിസ്റ്റർ മനോജ് മോഹനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോണത് പൂളിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ജനങ്ങളുടെ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഒരു ചെറിയ പൂൾ അതാണ്. അപ്പോൾ അത് നമുക്കത് സാധ്യമാണ്. എല്ലാ വീട്ടിലും പൂള് സാധ്യമാണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക അനുസരിച്ച് അപ്പർ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് ഇപ്പോൾ സ്വിമ്മിംഗ് പൂളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണ പോലെ ഉള്ളൂ. ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്കും പൂള് വീട്ടിൽ സാധ്യമൊക്കെ തന്നെയാണ്. ഒരു വീട്ടിൽ പൂള് ചെയ്യണതിന് കൂടുതലായിട്ട് ഒരു ഹോം സ്റ്റേകളിലും അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റ് സ്റ്റേകളിലും കൂടെ പൂളാക്കാന്ന് പറഞ്ഞ സംഭവത്തിനെ പറ്റിയാണ് കൂടുതൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ഒരു മിഡിൽ ക്ലാസ്സിനും പൂളിനെ പറ്റി ചിന്തിക്കാം. ലോവർ മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നും സ്വിമ്മിംഗ് പൂളിനെ പറ്റി ചിന്തിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരെ സംബന്ധിച്ചുള്ള പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ സംഭവം പൂളല്ല. അവർക്ക് അവരുടെ ഡേ ടു ഡേ ലൈഫും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് നിർബന്ധമായിട്ടും പൂളിനെ പറ്റി ചിന്തിക്കാം. അവരുടെ ജീവിതത്തിൽ എക്സർസൈസിനുള്ള ഒരു മാർഗ്ഗമായിട്ടും ഒരു ലിഷറിനുള്ള മാർഗ്ഗമായിട്ടും സ്വിമ്മിംഗ് പൂൾ നിർബന്ധമായിട്ടും നമുക്ക് കണക്കാക്കാവുന്ന സംഭവമാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് പറ്റിയൊരു പൂള്, അതിൻ്റെ ഒരു എക്സ്പെൻസ് അതൊക്കെ എത്ര വരും? സാധാരണ നമുക്കൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒരു 5-6 ലക്ഷം രൂപ മുതൽ നമുക്കൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് നമുക്ക് വിചാരിക്കാവുന്നതാണ്. 5-6 ലക്ഷം രൂപ മുതൽ. അത് പിന്നെ ബഡ്ജറ്റ് എത്ര വേണമെങ്കിലും കൂടുതലുള്ള രീതിയിൽ പൂളുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം 6 ലക്ഷം 7 ലക്ഷം രൂപ പോലത്തെ ഒരു നിസാരപ്പെട്ട പൈസയ്ക്കും അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള പൂള് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ ഈ പൂളൊക്കെ നമുക്ക് ഏകദേശം ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് ചെയ്യാവുന്ന ഒരു പൂളാണ് ഈ പൂള്. ഈ പൂൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 33 അടി നീളവും ഏകദേശം 13 അടി വീതിയും വരുന്ന രീതിയിലുള്ള പൂളാണ്. ഇത് 8 ഷേപ്പിൽ ചെയ്തേക്കുന്ന ഒരു പൂളാണ്. ഇപ്പോൾ ഈ പൂള് നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം മുന്നേ നമ്മൾ ചെയ്ത പൂളാണ്. ശരാശരി നമ്മളൊരു മാസം ഒരു 4 മുതൽ 5 പൂൾ വരെ ഇപ്പോൾ ഒരു മാസം നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് എവിടെയാണ് ഇത് ചെയ്യണത്? ഈ നിങ്ങളുടെ എൻക്വയറീസ് മൊത്തം എവിടെയാണ്? ഇപ്പം കൂടുതലും ഈ ടൂറിസ്റ്റ് ലൊക്കേഷനുകളിലാണ്. മൂന്നാർ, വയനാട്, അതിരപ്പള്ളി അങ്ങനത്തെ പോലെ സ്ഥലങ്ങളിൽ ഹോം സ്റ്റേകളിലാണ് കൂടുതൽ എൻക്വയറി. ആ എൻക്വയറികൾ അനുസരിച്ച് എല്ലാ ആൾക്കാർക്കും ഈ 4 ബെഡ്റൂം 5 ബെഡ്റൂം പോലെയുള്ള ചെറിയ ഹോം സ്റ്റേകളും ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ടുള്ള രീതിയിലായിട്ട് വിചാരിച്ചാണ് അവരതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രീമിയം ഹോം സ്റ്റേക്കാണ് പിന്നെ സ്വിമ്മിംഗ് പൂളിനെ പറ്റി ചിന്തിക്കുകയുള്ളൂ. സാധാരണപ്പെട്ട ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർ താമസിക്കുന്ന ബഡ്ജറ്റ് സ്റ്റേയിലും നമുക്ക് നമ്മുടെ ഈ കോസ്റ്റ് ആണെങ്കിൽ സ്വിമ്മിംഗ് പൂൾ അവർക്ക് അഫോർഡബിൾ ആവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഒരു സ്വിമ്മിംഗ് പൂള് പണിത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ? സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞ സംഭവത്തിന് ബേസിക്കലി കാര്യമായ മെയിൻ്റനൻസ് ഒന്നും തന്നെയില്ല. ഒരു ദിവസം നമ്മൾ 5 മിനിറ്റ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. ആ 5 മിനിറ്റ് പക്ഷേ എല്ലാ ദിവസവും നമ്മൾ സ്പെൻഡ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അതിനാവശ്യമായ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ആവശ്യമായ ക്ലോറിനോ അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ആഡ് ചെയ്യേണ്ടതിൻ്റെ അതിൻ്റെ കുറവുള്ള സാധനം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചത് ആഡ് ചെയ്യുക. ആ വെള്ളം ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിൾ, ഒരു സെക്കൻഡ് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ആ വെള്ളം നമ്മുടെ ടെസ്റ്റിംഗ് കിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അറിയാൻ പറ്റും അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന്. എന്തെങ്കിലും
എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ ചെറിയ കുറവ് എന്താണെന്ന് വെച്ചാൽ ആ ദിവസം തന്നെ ആഡ് ചെയ്യുക. പിന്നെ ഫിൽട്രേഷൻ മോട്ടർ ഓണാക്കി 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ അത് വർക്ക് ചെയ്യിക്കുക. അപ്പോൾ വെള്ളം ഫിൽറ്ററായി കറക്റ്റായിട്ട് എൻ്റെ സർക്കുലേഷൻ കറക്റ്റായി കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ നോക്കാനില്ല. പിന്നെ വല്ല ഇലയോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും സാധനം അതിനകത്ത് വീണെടുപ്പുണ്ടെങ്കിൽ നെറ്റ് വഴി അത് റിമൂവ് ചെയ്യുക. ഇത്ര കാര്യം അതിന് മെയിൻ്റനൻസ് പറഞ്ഞ് ചെയ്യാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു സ്വിമ്മിംഗ് പൂൾ ഡേ ടു ഡേ രീതി ചെയ്യാനായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ അപ്പർ മിഡിൽ ക്ലാസ്സുകാരൻ ഒരു സ്വിമ്മിംഗ് പൂള് നിർമ്മിക്കുകയാണെങ്കിൽ അയാൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഇപ്പോൾ ചില കാര്യങ്ങൾ മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൽ വരുന്ന ആൾക്കാർ ആദ്യമായിട്ട് ഒന്ന് ഷവർ ചെയ്തിട്ട് വേണം പൂളിൽ ഇറങ്ങാനായിട്ട്. ഓക്കെ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈജീൻ ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഷവർ ചെയ്യുക എന്നുള്ള സംഗതി സ്വിമ്മിംഗ് പൂൾ വെരി ഇമ്പോർട്ടൻ്റ്. പിന്നെ ഡ്രസ്സിങ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോട്ടൺ ഡ്രസ്സുകളൊന്നും സ്വിമ്മിംഗ് പൂളിൽ ഉപയോഗിക്കരുത്. നമ്മളെപ്പോഴും നൈലോൺ ഡ്രസ്സുകൾ മാത്രമേ സ്വിമ്മിംഗ് പൂൾ, അത് എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ പുറത്തുള്ള റിസോർട്ടിലൊക്കെ പോയിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നൈലോൺ ഡ്രസ്സുകൾ മാത്രമേ അവർ പൂളിൽ പെർമിറ്റ് ചെയ്യുള്ളൂ. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. കോട്ടൺ മെറ്റീരിയൽ ഈ ക്ലോറിൻ വെള്ളത്തിൽ കിടക്കുമ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് ഡിസൻറ്റഗ്രേറ്റ് ആയിട്ട് അതിൻ്റെ ചെറിയ പാർട്സിൻ്റെ ഫിൽറ്ററിൽ വന്ന് അക്യുമുലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നൈലോൺ ഡ്രസ്സ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഈ വെള്ളത്തിലുണ്ടല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കൂടെ ഈ പൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റായിട്ട് നമ്മൾ മേത്തെല്ലാം നമ്മുടെ ഡ്രൈ ആക്കണതിന് മുന്നായിട്ട് വീണ്ടും ഒന്ന് ഷവർ ചെയ്ത് നമ്മുടെ മേത്ത് ആ ക്ലോറിൻ്റെ അംശമുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലായിട്ടുള്ള ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ കുളിക്കുന്ന രീതിയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷവറിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡ്രസ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ആൾക്കാർ സാധാരണ അശ്രദ്ധയോടെ ചെയ്യണം 1-2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബിയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ലിക്കറൊക്കെ പൂളിനകത്ത് വെച്ച് കുടിക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാറുണ്ട്. അതെപ്പോഴും സ്വപ്നങ്ങളൊക്കെ രസം സംഭവമാണ്. പക്ഷേ ഈ ഗ്ലാസ് എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഗ്ലാസിൻ്റെ പീസുകളൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനോ അതല്ലെങ്കിൽ അത് വേറെ ആൾക്കാർക്ക് ഹാമുണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ നിർബന്ധമായിട്ട് അത് ശ്രദ്ധിക്കുക. നമുക്ക് ഈ പൂളിനകത്ത് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ സാധനങ്ങളോ മാക്സിമം ഒഴിവാക്കാന്നുള്ളത്. പിന്നെ ഫുഡ് ആറ്റ് മെറ്റീരിയൽസ് നമ്മളിപ്പോൾ എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊന്നും പൂളിനകത്ത് വെച്ച് കഴിക്കാണ്ടിരിക്കുക. അതെല്ലാം പൂളിനകത്ത് വെള്ളത്തിനെ ഡാമേജ് ആക്കാൻ സാധ്യത ഉണ്ടാവുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയണമെങ്കിൽ അതിനെ പറ്റിയ യോജിച്ച സ്ഥലം എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? യോജിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കോസ്റ്റ് വളരെയായിട്ട് ലാഭിക്കാം. വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാനും പറ്റും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പരന്ന സ്ഥലമാണെങ്കിൽ ഭയങ്കര നല്ല, ഇപ്പം ചെരിവുള്ള സ്ഥലങ്ങളോ അതല്ലെങ്കിൽ ഒത്തിരി പാറകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇച്ചിരി അങ്ങനെ കുഴിക്കണ സമയത്ത് കുറേ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലൂസ് സാൻഡോ അങ്ങനെ 2 സ്ട്രോങ് ആയിട്ടുള്ളതും പരന്നുമായിട്ടുള്ളൊരു സർഫേസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഇലകളോ ബാക്കി സാധനങ്ങളോ വീഴാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഈ പൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂളിൻ്റെ ചുറ്റുവട്ടം നമുക്ക് ജാതി മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്ഥലത്ത് മാക്സിമം ഇലകൾ കുറവുള്ളൊരു സ്ഥലം നോക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്തേക്കണേ. പക്ഷേ ഈ ഇലകൾ കൂടുതൽ വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റൂഫ് പണിയേണ്ടി വരും. അത് പിന്നെ എക്സ്ട്രാ എക്സ്പെൻസും കാര്യം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും പരന്നതും ഏറ്റവും കുറവ് ഇലകളോ ബാക്കി സാധനങ്ങളോ മുകളിൽ നിന്ന് വീഴാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്താൽ വളരെ നല്ലത്. പിന്നെ നമ്മുടെ ഈ ലാൻഡിൻ്റെ സംഗതി ഈ ഫീൽഡ് ലാൻഡ് ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പ്രോപ്പറായിട്ട് നല്ല ഉറച്ച് കിടക്കുന്ന ഒരു ലാൻഡ് സർഫസ് ഉണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറഞ്ഞ് നല്ല രീതിയിൽ ആ സംഗതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഹോം സ്റ്റേകൾ എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും കണ്ടേക്കണത് പലരുടെ വീടും കൺവേർട്ട് ചെയ്തിട്ട് ഹോം സ്റ്റേ ആക്കുന്നു, അല്ലെങ്കിൽ 2 റൂം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് ഹോം സ്റ്റേ ആക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ സ്പേസ് ചിലപ്പോൾ കുറവായിരിക്കും. അവരുടെ വീടിന്റെ മുമ്പിൽ വളരെ ചെറിയ സ്പേസ്. ഏറ്റവും ഇഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ ഏറ്റവും ചെറുതായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പൂളിന്റെ സൈസ് എത്രയായിരിക്കും? മിനിമം ഒരു 7 മീറ്ററെങ്കിലും നീളവും ഒരു 3 മീറ്ററെങ്കിലും വീതി കിട്ടാനുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പൂളിനെ പറ്റി ആലോചിക്കാം. ഓക്കെ, മിനിമം 7 മീറ്റർ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 22-23 അടി നീളവും ഒരു 10 അടി വരെ വീതിയുള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പൂളിനെ പറ്റി ആലോചിക്കാം. അതിനേലും കുറവുള്ളൊരു സ്ഥലത്ത് പൂള് ചെയ്താൽ ഒരു നീന്താനുള്ള നീളവും കാര്യങ്ങളൊന്നും ഒരു കറക്റ്റായിട്ട് കിട്ടത്തില്ല. പിന്നെ തീരെ മൈക്രോ പൂൾ പോലെയൊക്കെ ആയിപ്പോൾ വെറുതെ നനയുക മുങ്ങുക എന്നുള്ള രീതിയിലുള്ള പർപ്പസൊക്കെ നടക്കും. മിനിമം ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുന്ന രീതി. പക്ഷേ മിനിമം ഒരു 7 മീറ്ററിലും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞ രീതിയിലേക്കുള്ളൊരു ചെറിയൊരു പൂള് നമുക്ക് അവിടെ ചെയ്യാം. ഈ സ്ഥലത്ത് ഇപ്പോൾ ആഴം കൂട്ടാൻ പറ്റാത്ത സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഴം കൂട്ടാൻ പറ്റാത്ത സ്ഥലത്ത് ആഴം കൂട്ടാണ്ട് നമുക്ക് മുകളിലേക്ക് സർഫസിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ടാങ്ക് സ്ട്രക്ചർ പോണത് അവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മളൊരു 2-2.5 അടി താഴ്ത്തി 2-2.5 അടി ഡക്ക് ഏരിയ ഹൈറ്റാക്കി അങ്ങനെയാണ് സാധാരണ നോർമൽ ഒരു പൂൾ സ്ട്രക്ചർ നമ്മൾ പണിയാറ്. ഇനി തീരെ താത്താൻ പറ്റാത്ത സ്ഥലമാണ് അല്ലെങ്കിൽ അവർക്ക് ഇത്തിരി ഹൈറ്റിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലേക്കുള്ള സ്ട്രക്ചർ എല്ലാം ചെയ്ത് പൂള് നമുക്ക് ചെയ്യാൻ പറ്റും. പൂള് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല. എവിടെയും വേണമെങ്കിൽ പൂള് പണിയാം.
ഈവൻ വീടിൻ്റെ മുകളിലും വേണമെങ്കിൽ പൂള് പണിയാം, വീടിൻ്റെ താഴെയോ സൈഡിലും ഉള്ളിലൊക്കെ എവിടെ വേണമെങ്കിലും പൂള് പണിയാം. പക്ഷേ അതൊക്കെ കോസ്റ്റ് പല രീതിയിലും വ്യത്യാസപ്പെടും. ഏറ്റവും കാശ് കുറവുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പരന്നൊരു സ്ഥലം, മുകളിൽ നിന്ന് ഇലകളൊന്നും വീഴാൻ സാധ്യതയില്ലാത്ത സ്ഥലം, അതുപോലെ ഗ്രൗണ്ട് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലം, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പൂള് പണിയുമ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് പണിയാൻ പറ്റും. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടേക്കണത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹോം സ്റ്റേകളിൽ അല്ലെങ്കിൽ റിസോർട്ടുകളിൽ, ക്ലബ്ബുകളിൽ, അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ അവിടെയൊക്കെയാണ് പൂളുകൾ കോമൺ ആയിട്ടൊക്കെ കണ്ടേക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ യങ്ങർ ജനറേഷൻ അല്ലെ, സ്റ്റുഡൻസ്. കാരണം നമ്മുടെ പുതിയ തലമുറയാണ് നമ്മുടെ വരും ജനത. അപ്പം സ്കൂളുകളിൽ പൂള്, ഇപ്പം ചില സ്കൂളുകാരൊക്കെ ഈ സ്വിമ്മിങ് അവരുടെ ഒരു മെയിൻ ഏരിയ ആയിട്ട് കണ്ട് അതിപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഐറ്റവും കൂടിയാണ്. അപ്പം അത് കണ്ടിട്ട് പലരും പൂള് ചെയ്യാറുണ്ട്. പക്ഷെ പലരും കുളത്തിലൊക്കെ കൊണ്ടുപോയിട്ട് കുട്ടികളെ സ്വിമ്മിങ് ചെയ്യിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് സ്കൂളുകളിൽ ഒരു പൂളിനെ കുറിച്ച് ചിന്തിച്ചു? അതിനുള്ള എന്തെങ്കിലും പ്രൊവിഷൻ അങ്ങനെ? നിർബന്ധമായിട്ട് നമ്മുടെ കമ്പനി ഇപ്പോൾ 2 രീതിയിൽ സ്വിമ്മിംഗ് പൂൾ സ്കൂളുകൾ പണിയാറുണ്ട്. ഫസ്റ്റ് രീതി അനുസരിച്ച് സ്കൂളുകാർക്ക് നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കുന്നു, ഇത്ര വലിപ്പമുള്ള പൂള്, അവരുടേതായ ആവശ്യങ്ങൾ അതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അതിനൊരു ബഡ്ജറ്റ് കൊടുത്തിട്ട് ആ രീതിയിൽ നമ്മൾ സ്വിമ്മിംഗ് പൂൾ സ്കൂളുകളിൽ പണിയാറുണ്ട്. ഇനി അതല്ലെങ്കിൽ സ്കൂളുകാർക്ക് ഇപ്പോൾ പൈസ മുടക്കാൻ താല്പര്യമില്ല, അതല്ലെങ്കിൽ സ്കൂളുകൾക്ക് ഇപ്പോൾ ഫണ്ടിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ ഓരോ കുട്ടിയുടെ നിന്നും മന്ത്ലി ഇത്ര രൂപ സ്വിമ്മിങ്ങിൻ്റെ ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത് ഒരു 300 രൂപ മുതൽ 400 രൂപ പോലത്തെ ചെറിയൊരു പൈസ കുട്ടികളുടെ നിന്ന് കളക്ട് ചെയ്തിട്ട് അവരെ സ്വിമ്മിങ് ഒരു ടീച്ചറെ വെച്ച് പഠിപ്പിച്ച് ടീച്ചറൊക്കെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. ടീച്ചറിന് വേണ്ട സാലറിയും ബാക്കി കോസ്റ്റ് എല്ലാം നമ്മൾ നോക്കും. പൂളായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് മെയിൻ്റനൻസ് നമ്മൾ നോക്കും. പൈസ ഒന്നും തന്നെ സ്കൂളുകാർ മുടക്കാണ്ടും സ്വിമ്മിംഗ് പൂള് നമ്മൾ സ്കൂളുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ മിനിമം ഇത്ര കുട്ടികളെങ്കിലും ഇതിനകത്ത് ജോയിൻ ചെയ്യേണ്ടെന്നുള്ള കാര്യമോ അതല്ലെങ്കിൽ ഇത്ര വർഷത്തേക്കെങ്കിലും ഈ സ്വിമ്മിംഗ് പൂൾ അവിടെ നടക്കേണ്ടെന്നുള്ള കാര്യം എൻഷുർ ചെയ്യാനുള്ള ചെറിയ കോൺട്രാക്ട്സും കാര്യങ്ങളെല്ലാം ഓരോ സ്കൂളുകാരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ വെച്ചിട്ടാണ് ആ പരിപാടി നമ്മൾ ചെയ്യാറ്. അപ്പോൾ സ്കൂളുകളിൽ സ്വിമ്മിംഗ് പൂൾ പണിയാൻ സ്കൂളുകാർക്ക് പൈസ വേണമെന്നുള്ളൊരു സമ്മതം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്കത് നമ്മളായിട്ട് തന്നെ പൈസ മുടക്കി സ്വിമ്മിംഗ് പൂൾ പണിയുന്ന സ്കീം കൂടെ സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്ര കുട്ടികളെങ്കിലും മന്ത്ലി അവിടെ ഈ സ്വിമ്മിംഗ് പഠിക്കാമെന്നുള്ളതാണ്. ഈ സ്വിമ്മിംഗ് എന്നുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലും കൂടിയാണെന്നാണ് ഞാൻ പറയുക. അപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന രീതി എന്തുകൊണ്ടാണ് നിർബന്ധമായിട്ട് തന്നെ ആ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം 2 വീലർ ഓടിക്കാൻ അവർക്ക് എളുപ്പമാണ്. ബാലൻസിങ് അവരെ സംബന്ധിച്ചോളം ഒരു സ്കില്ലായിട്ട് ഡെവലപ്പായി വരും. അത് ഒത്തിരി നല്ല രീതിയിൽ അവർക്ക് എക്സർസൈസ് ആയിട്ടും ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ആയിട്ടൊക്കെ ഭാവിയിലേക്ക് പിന്നെ കൺവേർട്ടായി വരും. സ്വിമ്മിംഗ് എന്ന് പറഞ്ഞ സംഭവം ഒരു സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്യണ സംബന്ധിച്ചിടത്തോളം അവർ ചില സമയങ്ങളിൽ അത് ലൈഫ് ഏതെങ്കിലും സമയത്ത് ഒരു ആവശ്യം പറഞ്ഞ സമയത്ത് പഠിക്കാൻ പറ്റിയൊരു സംഭവമല്ല. നേരത്തെ പഠിച്ചു വെക്കുന്ന ഒരു സമയത്താണ് നമുക്കൊരു ഉപകാരത്തിൽ പെടാം. സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ വേണ്ടി മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നീന്തൽ ആവശ്യമുള്ളത്. ഒരാൾക്ക് ഒരു അപകടം വെള്ളത്തിൽ പറ്റിക്കഴിഞ്ഞാൽ അവൻ ജീവിക്കാനോ മരിക്കണോ എന്നുള്ളത് അവൻ ഈ സ്വിമ്മിംഗ് അറിയണോ വേണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുക. അവൻ്റെ ജീവിതം മാത്രമല്ല വേറെ പല ആൾക്കാരുടെയും ജീവിതം രക്ഷിക്കാൻ ഒരു പക്ഷേ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞ സ്കില്ല് അവനെ സഹായിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയുമ്പോൾ അത് പലതരത്തിൽ എനിക്കൊന്ന് പണിയുണ്ടെന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. മീൻസ് അതിൻ്റെ ആ ഒരു രീതി, ഉള്ളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സ്വിമ്മിംഗ് പൂള് 2 രീതിയിലാണ്. ഒരെണ്ണത്തിനെ പറയുന്ന സ്കിമ്മർ മോഡൽ എന്ന് പറയും. അതായത് അതിൻ്റെ സർഫസിൽ നിന്നുള്ള വെള്ളം ക്ലീൻ ചെയ്യാനായിട്ട് സർഫസിൽ വെള്ളം കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസാണ് ഈ സ്കിമ്മർ എന്ന് പറയുന്നത്. അത് സക്ക് ചെയ്ത് ആ വെള്ളം സർഫസിൽ നിന്ന് എടുക്കുന്നു. ആ സർഫസിൽ നിന്ന് എടുക്കുന്ന വെള്ളം ഫിൽട്ടർ ചെയ്യുന്നു. ബാക്കി അതിൻ്റെ നടുഭാഗത്തുള്ളതും അടിഭാഗത്തുള്ള വെള്ളമെല്ലാം വേറെ പല പ്ലംബിങ് ലൈനിൽ കൂടെ കളക്ട് ചെയ്ത് അത് ഫിൽറ്ററിൽ വരെ എത്തി ഫിൽട്ടർ ചെയ്യുന്നു. അത് പമ്പ് ചെയ്ത് ക്ലീൻ വെള്ളം പൂളിനകത്തേക്ക് തന്നെ പമ്പ് ചെയ്യുന്ന രീതിയാണ് സ്കിമ്മർ മോഡൽ എന്ന് പറയുന്നത്. പിന്നുള്ളത് ഓവർഫ്ലോ മോഡലാണ്. ഓവർഫ്ലോ മോഡൽ എന്ന് പറയുമ്പോൾ ഈ സ്വിമ്മിംഗ് പൂൾ എപ്പോഴും നിറഞ്ഞ് കവിഞ്ഞ് കിടന്ന പോലെ തോന്നും. ആ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന വെള്ളം ഒരു ചാനലിൽ കൂടെ കളക്റ്റായി അത് നേരെ ഫിൽട്രേഷനിൽ വന്നു. ഫിൽറ്ററിൽ നിന്ന് ഫിൽറ്ററായ വെള്ളം തിരിച്ച് സ്വിമ്മിംഗ് പൂളിനകത്തേക്ക് വന്നു. അപ്പോൾ അങ്ങനെ 2 രീതിയിലാണ് സ്വിമ്മിംഗ് പൂൾ കോമൺ ആയിട്ട് നമ്മൾ ക്ലാസ് ചെയ്യുക. പിന്നെ അതുകൂടാണ്ട് ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞ രീതിയിലും പല ആൾക്കാർക്കും താല്പര്യം പറഞ്ഞനുസരിച്ച് അതെല്ലാം കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ രസം പരിപാടികളാണ്. അതിനെല്ലാം പല പല രീതിയിലുള്ള ഡിസൈൻസാണ് വരിക. അത് ആ പ്രോപ്പർട്ടിയിൽ അവൈലബിൾ സ്പേസും അവിടുത്തെ വ്യൂസും കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്തിട്ടാണ് എങ്ങനത്തെ പൂള് വേണമെന്നുള്ള കാര്യം അവരുടെയും കൂടെ താല്പര്യങ്ങളനുസരിച്ച് ഫൈനലൈസ് ചെയ്യണത്. പിന്നെ പൂളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ. പൂളിൽ നമ്മൾ സാധാരണ ഈ വെള്ളം എത്ര നാൾ കൂടുമ്പോൾ മാറ്റണം, ഇതൊരു വലിയ ആൾക്കാരുടെ സംശയമാണ്. എല്ലാ ദിവസവും വെള്ളം മാറ്റണോ? എല്ലാ ദിവസവും വെള്ളം മാറ്റിയില്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം അൺഹൈജീനിക് ആവും. ഈ സെയിം വെള്ളം 100 ആൾക്കാർ കുളിക്കുന്നതല്ലേ, അന്നേരം വേറൊരാൾ കുളിക്കുമ്പോൾ അവരുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പകരോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പല ആൾക്കാർക്കും സംശയങ്ങളായിട്ടുണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ
സ്വിമ്മിംഗ് പൂളിലെ വെള്ളം വളരെ ക്ലീനും വളരെ ഹൈജീനിക്കുമാണ്. അതിനകത്ത് ഒരു ബാക്ടീരിയയും ഒരു ഫംഗസോ ഒരു വൈറസോ അങ്ങനത്തെ ഒരു സാധനം അതിനകത്ത് ഉണ്ടാവില്ല. സബ്ജക്റ്റഡ് എങ്ങനെയാണെങ്കിലാണ് അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള ക്ലോറിനേഷനും അതിൻ്റെ ഫിൽട്ടർ പ്രോപ്പറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെള്ളം വളരെ വളരെ ക്ലീനാണ്. പിന്നെ ക്ലോറിൻ എന്ന് പറഞ്ഞ സാധനം കെമിക്കലല്ലേ, പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ കുടിക്കുന്ന മുനിസിപ്പാലിറ്റി വെള്ളത്തിലെല്ലാം ക്ലോറിനേറ്റഡാണ്, അതിനകത്തെല്ലാം ക്ലോറിൻ ഉണ്ട്. കാര്യം ക്ലോറിൻ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ബാക്ടീരിയ, ഫംഗൽ അല്ലെങ്കിൽ വൈറസ് പോലെയുള്ള ചെറുകിട ജീവികൾ മുതൽ അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ രോഗാണുക്കളെയും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ എന്ന് പറഞ്ഞ സംഗതി സൂര്യപ്രകാശത്തിൽ കുറച്ച് നേരം കഴിയുന്തോറും അത് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് എല്ലാ ദിവസവും നമ്മൾ ആ നഷ്ടപ്പെടുന്ന ക്ലോറിൻ അതിനകത്ത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കുറേശ്ശെ അതിനകത്ത് ക്ലോറിൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലോറിൻ വെള്ളം ഒരിക്കലും മനുഷ്യന് ഒരു രീതിയിലും ദോഷം ഉണ്ടാക്കുന്ന സംഭവമല്ല. ക്ലോറിൻ വെള്ളം ശരിക്കും പറഞ്ഞാൽ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി മുനിസിപ്പാലിറ്റിക്കാർ വരെ ഡ്രിങ്കിങ് വാട്ടറിൽ ആഡ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ക്ലോറിനേഷൻ കൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു ദോഷകാരണമൊന്നും വെള്ളത്തിന് സംഭവിക്കാനില്ല. പിന്നെ ഈ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കിണറ്റിലെ വെള്ളം എങ്ങനെയാണോ ക്ലീൻ ആവണേ, നമ്മൾ കിണറ്റിൽ മഴ പെയ്യണ വെള്ളം ഈ 50 അടി 40 അടി താഴ്ചയുള്ള വെള്ളത്തിൽ മണ്ണാണ് അവിടെ ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യണത്. ആ മണ്ണ് വഴി ഫിൽറ്ററായി താഴേക്ക് വരുന്നു. താഴെ എത്തി കഴിയുന്ന സമയത്ത് അത് ഉറവയായിട്ട് നമ്മുടെ കിണറ്റിലെത്തുമ്പോഴും ക്ലീൻ ആകുന്ന പോലെ ഈ സ്വിമ്മിംഗ് പൂളിലെ ഫിൽട്രേഷൻ, ഈ വെള്ളം നേരെ ഫിൽറ്റർ വഴി അകത്തെ കൂടെ ഫിൽറ്റർ വഴി പ്രവേശിച്ച് പുറത്തേക്ക് വരുമ്പോൾ ക്ലീൻ വെള്ളമായിട്ട് തന്നെ പുറത്തേക്ക് വരണേ. അപ്പോൾ ആ ഫിൽട്രേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ക്ലോറിനേഷൻ ആയിട്ടുണ്ടെങ്കിൽ 1000, 10,000, 1,00,000 ആൾക്കാർ കുളിച്ച വെള്ളവും ക്ലീൻ ആയിരിക്കും. ഫിൽട്രേഷനും പിന്നെ അതിനകത്ത് ആഡ് ചെയ്യണ ക്ലോറിനും ശ്രദ്ധിക്കാനുണ്ട്. ഈ രണ്ട് കാര്യവും കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ആ വെള്ളം 100% ഹൈജീനിക്കാണ്. അതിനകത്ത് 1% പോലും നിങ്ങളുടെ ഹൈജീനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെൻഷൻ അടിക്കാനില്ല. സ്വിമ്മിംഗ് പൂളുകളുടെ രോഗാണുക്കൾ പകരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കാനില്ല. കറക്റ്റായിട്ട് ഈ രണ്ട് കാര്യം നടക്കണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ എന്താണ് ലിറ്റിൽ മെർമെയ്ഡ് പൂള് അവകാശപ്പെടുന്നത് എന്താണ് നമ്മൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ വളരെ ഇഫക്റ്റീവായിട്ട് ക്വാളിറ്റിയോടുകൂടി എന്താണ് നമ്മുടെ പൂൾസ് പണിത് കൊടുക്കും. അപ്പൊ അതിന് എന്താണ് അതിന്റെ ഒരു അഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ നമ്മുടെ ഹാൻഡ് പിക്ഡ് മെറ്റീരിയൽസ് ആണ്. അതായത് ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യണ ഫിൽറ്റർ ആയിക്കോട്ടെ, ഇതിനകത്ത് യൂസ് ചെയ്യണ മോട്ടർ ആയിക്കോട്ടെ, ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്ലംബിംഗ് പൈപ്പ്സ് ആയിക്കോട്ടെ, എന്ത് സാധനങ്ങളായിക്കോട്ടെ, നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അനുസരിച്ച് ഏറ്റവും നല്ല നമുക്ക് ബോധ്യപ്പെട്ട മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. പിന്നെ ഈ പൂൾ എന്ന് പറഞ്ഞ സംഭവം, ഇതിനകത്ത് നമ്മൾ കൂടുതലും ഇതിൻ്റെ അകം നമുക്ക് ടൈല് വേണമെങ്കിൽ ഇടാം, നമുക്ക് FRP വേണമെങ്കിൽ ഇടാം. പക്ഷേ FRP എന്ന് പറഞ്ഞ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മെയിൻ്റനൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് കുറേ കൂടെ ഭംഗി കൂട്ടി ടൈല് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് കസ്റ്റമറിൻ്റെ ചോയ്സാണ്. എന്ത് മെറ്റീരിയലാണ് അതിനകത്ത് ഉപയോഗപ്പെടുത്തേണ്ടത്, എന്തോരം ഭംഗിയും എന്തോരം ബഡ്ജറ്റും വേണമെന്നുള്ള കാര്യം കസ്റ്റമറിൻ്റെ ചോയ്സാണ്. പിന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കാശ് കുറഞ്ഞ പൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റെക്കമെൻഡേഷനോട് ഒരു കൺസിഡർ ചെയ്താൽ നല്ലതായിരിക്കും, കോസ്റ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ടായിട്ട്. ഇത് ഓരോ കേസ് ബൈ കേസ് ആയിട്ട് പറയാനേ പറ്റുള്ളൂ. നമുക്ക് എല്ലാ ആൾക്കാർക്കും ജനറലൈസ് ചെയ്ത് ഇന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇതിനത് ഇന്നതാണ് കാശ് കുറഞ്ഞ് നമുക്ക് പറയുന്നത് നല്ലതായിട്ട് ആ ലൊക്കേഷനിൽ ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും അഡ്വൈസബിൾ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളെല്ലാം 1 to 1 സംസാരിച്ച് ഫൈനലൈസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മളെ സംബന്ധിച്ചോളം പിന്നെ കോസ്റ്റ് പറയാനുള്ള വേറെ കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ പൂളിനും വളരെ മിനിമലായിട്ടുള്ള മാർജിൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു 5-10 പൂൾസ് ഒരു മാസം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ആ പൂളിൽ എത്ര മാർജിൻസാണോ അവർ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ 4-1, 5-1 മാർജിൻസിലാണ് നമ്മൾ ഓരോ പൂൾസും കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 5.5 മുതൽ 6-7 ലക്ഷം രൂപ പോലത്തെ ഒരു കാശിന് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂൾ പണിത് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സെയിം പൂള് തന്നെ വേറെ പല കമ്പനിക്കാരും ഇതിൻ്റെ ഇരട്ടി പൈസയ്ക്ക് വരെ ആണ് കൊട്ടേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല കൊട്ടേഷനിലും നമ്മൾ കണ്ടേക്കുന്ന പ്രൈസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതിൻ്റെയും ഒത്തിരി മാർജിൻസും ഒത്തിരി റേറ്റ്സും കൂടിയിട്ടാണ്. അപ്പോൾ അത്രയും മാർജിൻസ് ഒന്നും ഇട്ട് പൂള് പണിയുന്ന രീതിയിലല്ല നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ നമ്പർ കൂടി വളരെ മിനിമൽ മാർജിൻസിലാണ് നമ്മുടെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കാശ് കുറഞ്ഞ പൂള് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ധൈര്യം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ഈ പൂളുകൾക്ക് പറ്റിയ ഡിസൈൻസ് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ഓക്കെ, നമുക്ക് മീനുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികൾ നീന്തണ പോലെ പല പല ഡയറക്ഷനിലേക്ക് നമ്മൾ സാധാരണ നീന്താറില്ല. മനുഷ്യർ നീന്തണം എപ്പോഴും നേരെ മാത്രം നീന്താം, അപ്പോൾ സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഏറ്റവും നല്ല ഡിസൈൻ എന്ന് പറയുന്നത് ആൾക്കാർക്ക് നീന്താനുള്ള സൗകര്യത്തിനും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. ഓക്കെ, പല ആൾക്കാരും 15 മീറ്റർ നീളവും 6 മീറ്റർ 8 മീറ്റർ വീതി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള പൂൾസും കാര്യങ്ങളൊക്കെ ഡിസൈൻസ് തരാറുണ്ട്. നമുക്ക് ആ സൈസുകളെല്ലാം ഓക്കെയാണ്. പക്ഷേ എങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള പൂളാണ്, എത്ര വോളിയം വെള്ളം കൊണ്ടാൽ ആ പ്രോപ്പർട്ടിക്ക് അത് അനുയോജ്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഡിസൈൻ നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു റിസോർട്ടിൽ 100-150 ആൾക്കാർ അറ്റ് എ ടൈം ഇറങ്ങാൻ സാധ്യതയുള്ള പൂൾ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരു വലിപ്പം വേണം.
പക്ഷെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നീളത്തിൽ നീന്താനായിട്ട് മിനിമം ഒരു 7-8 മീറ്ററെങ്കിലും നീളമുള്ള പൂളാണെങ്കിൽ അതൊരു കംഫർട്ടബിൾ ലെങ്ത് ആണ് ഒരു ചെറിയ പൂളിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഡിസൈൻ എപ്പോഴും ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആയാൽ നല്ലതാണ്. ഇപ്പോൾ ഈ പൂള് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു 8-ന്റെ ഷേപ്പാണ്. ഈ 8-ന്റെ ഷേപ്പിൽ ആ നടുഭാഗത്തുനിന്ന് ഏറ്റവും നടുഭാഗത്തേക്കുള്ള നീളത്തിൽ നോക്കുവാണെങ്കിൽ ഈ 33 അടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു പൂളാണ്. ഒരു ഹോം സ്റ്റേനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം അഡിക്വേറ്റ് സൈസ് എന്ന് ഞാൻ പറയും ഈ ഒരു ഹോം സ്റ്റേനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ ഈ ഷേപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8 ഷേപ്പിലൊന്നും ആർക്കും നീന്താൻ പറ്റത്തില്ല. ഇതൊക്കെ ആ പ്രോപ്പർട്ടിയുടെ എസ്തെറ്റിക് ബ്യൂട്ടീനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫിക്കും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ അഡീഷൻ ആയിട്ട് വരും. പ്രോപ്പർട്ടിയുടെ ഭംഗിനെ മൊത്തത്തിൽ അത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും. അപ്പോൾ ഏത് ഡിസൈൻസും നമുക്ക് ചെയ്യാം. പക്ഷേ ബേസിക്കലി മനുഷ്യന് 8-ന്റെ ഷേപ്പിലൊന്നും നീന്താൻ പറ്റില്ല. നമുക്ക് നീന്താൻ പറ്റുന്ന എപ്പോഴും നീളത്തിൽ മാത്രമാണ്. അപ്പോൾ ആ നീളത്തിൽ നീന്തുമ്പോൾ റെക്ടാങ്കിൾ ഷേപ്പിലായിട്ട് ചെയ്യുന്ന ഡിസൈൻ നല്ലതായിരിക്കും. സ്ക്വയർ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞ സംഗതിയും നമുക്ക് വോളിയം ഓഫ് വാട്ടർ ഭയങ്കരമായിട്ട് അതിനകത്ത് കൂടും. ഇപ്പോൾ 7/7 മീറ്റർ ഒക്കെ കേൾക്കുമ്പോൾ 7 മീറ്റർ/7 മീറ്റർ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ അതൊരു ചെറിയ പൂളായിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും. അല്ലെങ്കിൽ 7 മീറ്റർ നീളം അതിനെന്താ 7 മീറ്റർ വീതിയൊക്കെ കിട്ടും. പക്ഷേ വീതിയിലുള്ള 7 മീറ്ററിൻ്റെ ആവശ്യം അത്രയും ആൾക്കാർ അറ്റ് എ ടൈം നീളത്തിൽ നീന്താനുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അത് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു സൈസായി മാറും. അപ്പോൾ എപ്പോഴും ആൾക്കാരെ എത്ര യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രൈമറി ഫാക്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് പ്രൈമറി ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ നമുക്ക് ആ പൂള് വരുമ്പോൾ ഏത് ഷേപ്പിലാണ് വരുന്നത് പ്രോപ്പർട്ടിക്ക് ഭംഗി കൂട്ടണം എന്നുള്ള കാര്യം കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഫൈനലി നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കാം. ഏത് ഡിസൈനിലും നമുക്ക് വെള്ളം ഫില്ല് ചെയ്തിട്ടുള്ള പൂള് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ നീളത്തിലുള്ള പൂളുകളായിരിക്കും നല്ലത്. അതായത് നീളത്തിലെ മനുഷ്യന് നീന്താനുള്ള കഴിവുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഒളിമ്പിക് കോമ്പറ്റീഷൻ കണ്ടിട്ട് ആരെങ്കിലും വട്ടത്തിൽ നീന്തി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, എല്ലാവരും നീളത്തിലേ നീന്തുള്ളൂ. നമ്മൾ ആലോചിക്കുമ്പോൾ മീനുകൾക്കോ വേറെ പല പല ജീവികൾക്കോ പല പല രീതിയിലേക്കൊക്കെ നീന്താൻ പറ്റും. പക്ഷേ മനുഷ്യന് അങ്ങനത്തെ സ്കില്ലില്ല. മനുഷ്യന് എപ്പോഴും നീളത്തിൽ നീന്താനുള്ള സ്കില്ലാണുള്ളത്. ആൾക്കാർ എപ്പോഴും ശ്രമിക്കണം നീളത്തിൽ നീന്തി ഇവിടെ നിന്ന് ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്താനുള്ള രീതിയിലാണ് ശ്രമിക്കുക. എക്സർസൈസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴും ആൾക്കാർക്ക് നീളത്തിൽ നീന്തി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നീന്തി തിരിച്ചങ്ങോട്ട് പോയി അങ്ങനത്തെ രീതിയിൽ പോകുമ്പോഴൊക്കെയാണ് അവർക്ക് ആ ഒരു എക്സർസൈസിൻ്റെ ഫീല് കിട്ടുക. അറ്റ സ്ട്രെച്ചിൽ കൂടുതൽ ദൂരം കവർ ചെയ്യുക എന്നുള്ള രീതിയൊക്കെയാണ് അവരെപ്പോഴും ഇത്ര സമയത്തിനുള്ള ഇത്ര മീറ്റർ നീന്താൻ പറ്റണ്ടോ, കുറച്ച് നാളത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ അത് എത്ര സമയം കൊണ്ട് അത് കവർ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം കവറായി എന്നാണ് അല്ലേ പൂളിനെ സംബന്ധിച്ച്. വേറെ എന്തെങ്കിലും ഇനി ആർക്കെങ്കിലും വളരെ കാശ് കുറഞ്ഞ രീതിയിൽ പൂള് പണിയണമെന്ന് ആഗ്രഹമുണ്ട്, നിർബന്ധമായിട്ട് നമ്മളെ ഡയറക്റ്റായിട്ട് വിളിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ പൂളിൻ്റെ കോസ്റ്റിനേലും കാശ് കുറഞ്ഞ ആർക്കെങ്കിലും പൂള് പണിയാൻ പറ്റുന്നുള്ള രീതിയിലൊരു കൊട്ടേഷൻ തരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഈ വഴിയിലേക്ക് വേറെയും കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഒത്തിരി വലിയ മാർജിൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ കേരളത്തിലെ ആൾക്കാർ പൂള് പണിയാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. ഏറ്റവും കാശ് കുറഞ്ഞ് എല്ലാ ആൾക്കാർക്കും ഈ പൂൾ എന്ന് പറഞ്ഞ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റട്ടെ എന്നുള്ള രീതിയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഓക്കെ അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ ലിറ്റിൽ മെർമെയ്ഡ് പൂൾസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വയനാട്, മൂന്നാർ, വാഗമൺ, ഇപ്പതേ കുറുമശ്ശേരി, ചെറായി, അങ്ങനെ പല ഭാഗങ്ങളിലും പൂള് നിർമ്മിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ലിറ്റിൽ മെർമെയ്ഡ് പൂൾ. അപ്പോൾ ഇവരോട് നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന എന്താണ് ഒരു അറിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ ക്വാളിറ്റിയോട് കൂടി നല്ല പൂളുകൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ പല ആൾക്കാരും ഈ അപ്പർ മിഡിൽ ക്ലാസ് തുടങ്ങി മുകളിലേക്കുള്ള പല ആൾക്കാരും അവരുടെ വെക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ അവർക്കൊരു സമയം കിട്ടുമ്പോൾ പലപ്പോഴും മൂന്നാറിലേക്കും അല്ലെങ്കിൽ ഇതേപോലത്തെ പല ഹോളിഡേ ഹോംസിലോട്ടൊക്കെ ഓടിപ്പോകുന്നത്, പ്രത്യേകിച്ച് പൂളുള്ള ഒരു ഹോം സ്റ്റേയിലോട്ടൊക്കെ പോകുന്നത് പൂളിൽ എൻജോയ് ചെയ്യാനായിട്ടാണ്, പൂളിൽ ലീഷർ ചെയ്യാനായിട്ട്, നീന്താനായിട്ട്, അതുപോലെ തന്നെ കുറേ നേരം അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെയാണ് അവർ പൂൾ അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപക്കൊക്കെ നമുക്കൊരു പൂൾ ഉണ്ടാക്കാൻ പറ്റും, അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് വീട്ടുകളിലും ഒരു പൂള് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ക്ലബ്ബുകൾ അങ്ങനെ പല പല റിക്രിയേഷൻ സ്ഥാപനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ എല്ലാ ഹോം സ്റ്റേകളിലും ശരിക്കും പറയുകയാണെങ്കിൽ ഹോം സ്റ്റേകളായിട്ട് പണിയുന്ന പല സംഭവങ്ങളും അല്ലെങ്കിൽ ഹോം സ്റ്റേ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിരുന്ന പല ടൂറിസ്റ്റ് സ്റ്റേ ഓപ്ഷൻസുകളിലും പൂൾ എന്ന് പറഞ്ഞ സംഭവം അവർക്ക് ഒത്തിരി റവന്യൂ അഡീഷൻ ആഡ് ചെയ്യും. അതായത് ഇപ്പോൾ 2000 രൂപ 3000 രൂപ റേഞ്ചിലാണ് ഒരു റൂമിൻ്റെ റെൻറ്റ് ഒരു ഹോം സ്റ്റേയിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ ഒരു പൂള് വരുമ്പോൾ ചിലപ്പോൾ അത് 3500 4000 രൂപയായിട്ട് ആ റൂമിൻ്റെ റേറ്റ് നമുക്ക് കസ്റ്റമറിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരും. കാര്യം അവർക്ക് ആ ഫെസിലിറ്റി കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ട് ആ ചാർജ് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ വരുന്ന സമയത്ത് ആ പ്രോപ്പർട്ടി കൂടുതൽ ബുക്ക് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. മാത്രമല്ല പൂൾ ഉണ്ടെന്നുള്ള കാരണം കൊണ്ട് തന്നെ റൂമിൻ്റെ പ്രൈസ് നമുക്ക് കസ്റ്റമറിന് കുറച്ചുകൂടെ ഹൈക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റി വരില്ല.
പിന്നെ എൻക്വയറിയും കൂടും, ബുക്കിങ്സ് കൂടും, വരുന്ന കസ്റ്റമർ കുറച്ചുകൂടെ സാറ്റിസ്ഫൈ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പൂൾ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞ സംഗതി മൊത്തത്തിൽ ആ പ്രോപ്പർട്ടിയുടെ ഭംഗി കൂടെ എലിവേറ്റ് ചെയ്യും. നമ്മൾ ഇൻറ്റീരിയറിലും പിന്നെ അതുപോലെ ബാക്കി ആ പ്രോപ്പർട്ടിയുടെ ഡിസൈനിലും നമ്മൾ ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളും ഈ പ്രോപ്പർട്ടിയുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. നമ്മളിപ്പം മുടക്കുന്ന പല കാശും ആ പ്രോപ്പർട്ടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഭംഗി ഈ പൂൾ കൊണ്ട് കൂടണ അത്രയും ഒരു പക്ഷേ ആ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട് കൂടണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ആവുമായിരിക്കും, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രോപ്പർട്ടിയിൽ പൂൾ വരുന്ന സമയത്ത് അത് പ്രോപ്പർട്ടി മൊത്തം ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ നിർബന്ധമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രോപ്പർട്ടിയിൽ വലിയൊരു ആക്ടിവിറ്റി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റി. ഇപ്പൊ ഒരു ഹോം സ്റ്റേയിലേക്ക് വന്നിട്ട് അവർക്ക് വേറെ എങ്ങും പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു പൂൾ ഉണ്ടെങ്കിൽ ഒരു ഡേ മുഴുവനും സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ പൂളുകൾ കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. എക്സസൈസ് ഉണ്ട്, ലീഷർ ഉണ്ട്, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത മനോജേട്ടന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ ബന്ധപ്പെടാം. കേരളത്തിൽ എവിടെയാണെങ്കിലും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ക്വാളിറ്റിയോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു പൂള് ഈ ലിറ്റിൽ മെർമെയ്ഡ് പൂള് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഇൻഫർമേറ്റീവ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും വീഡിയോസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട്, നിങ്ങൾക്കൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ ഗുഡ് ബൈ. ബൈ.